ഗുരു നിത്യചൈതന്യയതിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി YMCA പത്തനംതിട്ട സബ് റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ ലോക സമാധാനത്തിനുവേണ്ടി ശാന്തിപർവം എന്ന പേരിൽ ഗുരു നിത്യചൈതന്യയതിയുടെ ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിലെ വകയാർ വിദ്യാനികേതൻ നാരായണ ഗുരുകുലത്തിൽ വെച്ച് YMCA മുൻ ദേശീയ പ്രസിഡന്റ് ലെബി ഫിലിപ്പ് മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. നാരായണ ഗുരുകുലം റെഗുലേറ്റിംഗ് സെക്രട്ടറി സ്വാമി ത്യാഗീശ്വരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. YMCA ഇന്ത്യൻ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ലണ്ടൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ റോയ്സ് മല്ലശ്ശേരി സമാധാന സന്ദേശം നൽകി. ജനറൽ കൺവീനർ ബിജുമോൻ K. സാമുവേൽ, നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ MS സുരേഷ്, ഗുരുകുല ഗൃഹസ്ഥ ശിഷ്യൻ TR രജികുമാർ എന്നിവർ സംസാരിച്ചു. ശതാബ്ദി വർഷത്തിൽ ആ പരിപാടികളുടെ ഭാഗമായി അദ്ദേഹം ഒരു വർഷക്കാലം മൗനാവ്രതം ആചരിച്ചിരുന്ന ആ കൊച്ചു മുറിയോട് ചേർന്നുള്ള ഈ ഹാളിൽ ശാന്തി പർവം എന്ന പേരിൽ ഒരു സമ്മേളനവും നമ്മളിവിടെ സംഘടിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ ദൈവം ഈ ദേശത്തിന് തന്ന ഒരു അനുഗ്രഹമാണ് നിത്യചൈതന്യയതി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാർത്തോമാ സഭയുടെ വൈദികരെല്ലാവരും എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഒന്നിച്ചുകൂടി പതിവാണ്. കുറിയന്നൂരിലുള്ള ചരൽക്കുന്നിൽ അപ്രകാരം ഒരു വൈദിക സമ്മേളനം നടന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു, വൈദികരെല്ലാവരും ഈ വിജ്ഞാന ഏകദാനത്തെ കണ്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളണം. അദ്ദേഹത്തെ അങ്ങനെ ക്ഷണിച്ചു. അദ്ദേഹം വന്ന് അനുഗ്രഹമായ പ്രഭാഷണം നടത്തിയത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. സമാധാനവും ശാന്തിയും കിട്ടുന്നതിന് ഒരു കാര്യമേ ഉള്ളൂ. അതിന് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന് നാരായണ ഗുരു അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ നല്ലതുപോലെ ആലോചിച്ച് നോക്കിയാൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. YMCA ശാന്തി പർവം എന്ന പേരിൽ ഒരു സമാധാന ചിന്ത പദ്ധതി ഇന്നിവിടെ ആരംഭിക്കും. ശാന്തി പർവം എന്ന സംജ്ഞയ്ക്ക് ഒരു ചരിത്രമുണ്ട്. വ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാരതത്തിലെ ഏറ്റവും ദീർഘമേറിയ പർവമാണ് ശാന്തി പർവം. ഗുരുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷം നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഗുരു തൻ്റെ ഭൗതിക ശരീരം വെടിഞ്ഞിട്ട് 25 വർഷം തികയുന്ന ഒരു വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ YMCAയുടെ നേതൃത്വത്തിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ശാന്തിപർവം എന്ന പേരിൽ വളരെ കുറച്ചാണ് ഒരു ചെറിയ സദസ്സ് ഈ ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി ഇവിടെ ചിന്തിക്കുകയാണ്. ഗുരു നിത്യചൈതന്യ ഇതുപോലെ ചെറിയ സദസ്സിനോടാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിൻ്റെതാണ്, ശാന്തിയുടേതാണ്. മനുഷ്യരുടെ ഉള്ളിൽ ആനന്ദം ഉണർത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനം. ഗുരു തന്നെ പറയുന്നുണ്ട്, ഒന്നായ മാനവർക്കൊറ്റ നീതി, ഈ മണ്ണ് നമ്മുടെ ആകഭൂമി, ഒന്നായി പണിയെടുത്തുണ്ണണം നാം എല്ലാവരും എല്ലാവർക്കും ഓമനകൾ.